അപ്പോഴേ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ വിശേഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ എനിക്കൊരു മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് മാപ്പ് പറയുന്നത്, ആരോടാണ് മാപ്പ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യം ഞാൻ വഴിയേ പറയാം. അതിനു മുൻപ് ഈ വിശേഷം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു തൈപ്പൂയ മഹോത്സവ വിശേഷമാണ് കേട്ടോ. തൈപ്പൂയ മഹോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരിക്കലും ഇപ്പോൾ ഈ മെയ് മാസത്തിലല്ല തൈപ്പൂയ മഹോത്സവം ആചരിക്കാറ്, അത് ഫെബ്രുവരി മാസത്തിലാണ് അല്ലേ. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ ഈ തൈപ്പൂയ മഹോത്സവ വിശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മെയ് അവസാനത്തിലാണ്. അത് തന്നെയാണ് ഞാൻ മാപ്പ് പറയാനുള്ള കാരണം കേട്ടോ. അതായത് ഇത്രയും കാലം അതായത് സമയമെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിന് ഞാൻ മാപ്പ് പറയുന്നത് ആരോടാണെന്ന് വെച്ചാൽ, നമ്മുടെ കാരാകുറിശി തോട്ടിങ്ങൽ ഭാഗത്തുള്ള നിവാസികളോടാണ് കേട്ടോ. അവരുടെ ഒരു വലിയൊരു സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞിട്ടുള്ള തൈപ്പൂയ മഹോത്സവ വിശേഷമാണിത്. അപ്പോൾ ഇത്രയും കാലം നീണ്ടതിന് അവരോടാണ് എനിക്ക് മാപ്പ് ചോദിക്കാനുള്ളത്. ഒരിക്കലും ഇത് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ ഒരു തെറ്റല്ല, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വിശേഷം എന്താ പറയുക പങ്കുവയ്ക്കാൻ സാധിക്കാതിരുന്നത്, വൈകിപ്പോയത് അതുകൊണ്ടാണ്. പക്ഷേ അതിശക്തമായി അത് നിങ്ങളുമായിട്ട് പൂർവാധികം ശക്തിയോടെ അല്ലേ ഞാൻ ആ വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഇത്രയും കാലം ഒരു നിധി പോലെ ഞാൻ ഈ ഒരു വിശേഷത്തിൻ്റെ കാഴ്ചകൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ഫോണിൽ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ അതിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസത്തിന്, ഈ ഒരു ചടങ്ങിന്. കാരണം അവിടെ പോയി കണ്ടപ്പോൾ ഭയങ്കര വലിയൊരു ക്ഷേത്രമൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ ക്ഷേത്രം, അവിടെയുള്ള നിവാസികളുടെയൊക്കെ ഒരു കൂട്ടായ്മ കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. തോട്ടിങ്ങൽ, കാരാകുറിശ്ശിയിലുള്ള തോട്ടിങ്ങൽ കുടുംബവക, അവരുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ആദ്യകാലങ്ങളിൽ നിലനിന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ മറ്റ് 2 പ്രതിഷ്ഠകളും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് നല്ല എന്താ പറയുക, നമുക്ക് പണ്ട് കാലത്തെ കാടുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള, കാവുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആൽമരം അവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെയും കൂടെ ഒരു കാഴ്ച ഞാൻ പകർത്തി. ഒപ്പം ഒരു എന്താ പറയുക, കിങ്ങിണിക്കുട്ടി, ആളുടെ പേരതൊന്നും അല്ല കേട്ടോ, ഞാനിട്ട പേരാണ് ഇപ്പോൾ. അപ്പോൾ ആളുടെ ആ ഒരു വലം വയ്ക്കലും തൊഴുകലൊക്കെ കണ്ടപ്പോൾ അതും ഒരു വല്ലാത്തൊരു കൗതുകം തോന്നി, അതങ്ങോട്ട് പകർത്തിയെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ തോട്ടിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോട്ടിങ്ങൽ കുടുംബം ആണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കാരാകുറിശ്ശിയിലുള്ള തോട്ടിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് അവരത് കൈമാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് ഇപ്പോൾ അത് നോക്കി നടത്തുന്നത് കേട്ടോ. അവിടെയുള്ള മുതിർന്ന ആളുകളാണ് ഈ ക്ഷേത്രത്തെ നയിച്ചു കൊണ്ടുപോയിരുന്നത്. പക്ഷേ അതിലും ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് മുതിർന്ന ആളുകൾ യുവാക്കൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്താനുള്ള ഒരു അനുമതി അവർക്കായിട്ട് കൈമാറിയിട്ടുണ്ട്. കൂട്ടത്തിൽ അവരുടെ ഒരു മേൽനോട്ടമുണ്ട് എന്നുള്ളത് സത്യമാണ് കേട്ടോ. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള കാരാകുറിശ്ശിയിലെ തോട്ടിങ്ങൽ ആ ഭാഗത്തുള്ള നിവാസികളുടെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും ഫലമായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ തൈപ്പൂയ മഹോത്സവം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും മറക്കാത്ത കുറേ കാഴ്ചകളും അനുഭൂതികളും വല്ലാത്തൊരു എന്താ പറയുക ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന അന്ന് പോയ ദിവസം എനിക്ക് കാണാൻ കഴിഞ്ഞ പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ് കേട്ടോ. ഇവരൊക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഉള്ള കാര്യപരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഇവരൊക്കെ തന്നെയാണ് കേട്ടോ, ഇതിൻ്റെ മെയിൻ ആളുകൾ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന ആളുകളുമുണ്ട്, ഒപ്പം അവരുടെ കൂടെ നിങ്ങൾ കണ്ടില്ലേ യുവാക്കളായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ആ കാണുന്ന വീട് തോട്ടിങ്ങൽ കുടുംബത്തിലുള്ള അവരുടെ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രാങ്കണത്തിൻ്റെ മുൻവശത്തായിട്ട് തന്നെയാണ് അവരുടെ വീട്.
അപ്പോൾ എന്തായാലും നല്ല തിരക്കൊക്കെ വന്നു തുടങ്ങി. രാത്രിയാവും തോറും തിരക്ക് കൂടി 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 വരികയായിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും ഭക്തിസാന്ദ്രതയും എല്ലാം കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തേര്, അതായത് അവരാൽ കഴിയുന്ന രീതിയിലുള്ള ഭയങ്കര വലുത്ത് എന്നുള്ള രീതിയിലല്ല, അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു കാരണം തുടക്കം ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും തുടങ്ങുക. ചെറുതിൽ നിന്നാണല്ലോ പതുക്കെ പതുക്കെ എന്താ പറയുക പുരോഗമനങ്ങൾ സംഭവിച്ച് അങ്ങനെ വലിയൊരു രീതിയിലേക്ക് എത്തുക അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പോയ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തേരാണ് അവർ എന്താ പറയുക വലിച്ചുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ തേര് പ്രദക്ഷിണം വയ്ക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റും തേര് 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നുണ്ടായിരുന്നു. മേളം മുന്നിൽ പോവും, അതിൻ്റെ പുറകിൽ യുവതികൾ സ്ത്രീകളൊക്കെ താലമേന്തി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ തേര് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 തവണ തേര് പ്രദക്ഷിണം ചെയ്തു ക്ഷേത്രത്തിന് ചുറ്റും. പിന്നെ അതിനുശേഷം അതിലും ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവടി എടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും എന്താ പറയുക വലം വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. അവിടുത്തെ ഒരു വലിയൊരു വഴിപാടാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആ ഒരു വഴിപാട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഈ കാവടി എടുത്ത് മേളത്തോടു കൂടി, മേളത്തിൻ്റെ അകമ്പടിയോട് കൂടി ഈ ഇപ്പം കണ്ടുന്നില്ലേ ആ കാവടി കേട്ടോ, അത് എടുത്ത് മേളത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം എന്താ പറയുക എല്ലാം കഴിഞ്ഞ് കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയും സമയമൊന്നും നമ്മൾ നിന്നില്ല, കൈകൊട്ടിക്കളി വരെ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ സമയം 10-10:30 ഞാനും ഹരിഹരനും ആദ്യം വിചാരിച്ചിരുന്നത് അമ്പലത്തിൽ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തൊഴുത് കുറച്ച് വിശേഷങ്ങൾ പകർത്തി അങ്ങനെ തിരിച്ചു വരാം, ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ സത്യം പറയാലോ, അവിടെ പോയപ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ അറിയാതെ 10-10:30 വരെ നിന്നു എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് ആ കാഴ്ചകളെല്ലാം പകർത്തിയെടുക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങനെ തോന്നി എന്നുള്ളതാണ്. അത്രയ്ക്കും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടുത്തെ ഈ ഒരു ചെറിയ ക്ഷേത്രമാണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മ, ഒത്തൊരുമ, അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു തൈപ്പൂയ മഹോത്സവം, അതുപോലെ തന്നെ തേര്, പിന്നെ അതുപോലെ ഈ വഴിപാടുകൾ, പിന്നെ കൈകൊട്ടിക്കളി, ഇതെല്ലാം കണ്ടപ്പോൾ ഇതിലെല്ലാം ഉപരി മേളം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. മേളത്തിൻ്റെ കാര്യം തുടക്കം മുതൽ നമ്മൾ പോയ സമയം മുതൽ രാത്രി 10-10:30 വരെയും ഈ മേളത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കൊട്ടും ശബ്ദവും എന്താണ് ആ ഒരു താളം, അതെല്ലാം നമ്മളെ അറിയാതെ അവിടെ പിടിച്ച് നിർത്തുമായിരുന്നു കേട്ടോ. നമ്മൾ അതിലങ്ങോട്ട് അലിഞ്ഞു പോകുന്നുള്ളതാണ്. ആ മേളം കണ്ട് നമ്മൾ മറ്റൊന്നും ഓർക്കാതെ മേളം കണ്ട് നമ്മൾ അവിടെ അത് കണ്ട് നിന്ന് പോകുന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ സംസാരത്തിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിപാട്, അതായത് കാവടി എടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന വഴിപാടാണ് കേട്ടോ. കണ്ടില്ലേ കുഞ്ഞു കുട്ടികൾ, ഇതിലും ചെറിയ ആൾ, ഏറ്റവും ലാസ്റ്റ് ഇതിൽ നമ്മൾ കാണിക്കുന്നതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ഞാനത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ കാഴ്ചകൾ പകർത്തുന്ന ഈ ഒരു വലം വയ്ക്കുന്ന ഈ കാവടി എടുത്ത് പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു കാഴ്ചയിൽ നിന്നും മാറി കൈകൊട്ടിക്കളിയിലേക്ക് പോയ സമയത്താണ് ആ ഒരു കുഞ്ഞു കുട്ടിയുടെ കാവടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വേഗം തിരിച്ച് ആ ഒരു കാഴ്ചയും കൂടെ ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം തന്നെ 2 കാവടികളാണ് എടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ വഴിപാട് ചെയ്തവർ ഓരോരുത്തരായിട്ട് അവിടെ ലൈൻ നിൽക്കുന്നുണ്ട്. അവർ വന്ന കാവടി നമ്മുടെ അവിടെ പൂജാരി എടുത്ത് കൊടുക്കുന്നു, ഇതേപോലെ അവർക്ക് വെച്ച് കൊടുക്കുന്നു. പിന്നെ മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോൾ പൂജാരി തന്നെ അത് വാങ്ങി താഴെ വയ്ക്കുന്നു. പിന്നെ അവർ നേരെ പോയി നടക്കൽ പോയി തൊഴുത് അങ്ങനെ തിരിച്ചു പോകുന്നു. അങ്ങനെയാണ് ആ വഴിപാട് നമുക്കവിടെ കാണാൻ സാധിച്ചത് കേട്ടോ. എന്തായാലും വളരെ നല്ല ഒരു തൈപ്പൂയ മഹോത്സവം കാണാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം എനിക്ക് അതിൻ്റെ വിശേഷം പങ്കുവയ്ക്കാൻ ആ ദിവസം അതായത് ഞാൻ ആ തൈപ്പൂയ മഹോത്സവം കണ്ടു വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഈ ഒരു വിശേഷം നിങ്ങളുമൊക്കെ ആയിട്ട് പങ്കുവെക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഇപ്പോഴെങ്കിലും എനിക്ക് ഈ ഒരു വിശേഷം നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചല്ലോ എന്ന് മാത്രമല്ല, കാരാകുർശിക്കാർക്ക് തോട്ടിങ്ങൽ ആ ഭാഗത്തുള്ളവർ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അന്ന് നമ്മുടെ ഉത്സവ ദിവസം വന്ന് അത്രയും നന്നായി എന്നല്ല, വന്ന് വീഡിയോ ഒക്കെ പകർത്തി പോയ ആളെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ എന്നൊരു പക്ഷേ അവർ ഈ സമയം വരെയും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ അത്രയും അവർ ചിന്തിച്ചതിനേക്കാൾ അപ്പുറം
അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അതായത് ഇത്രയും കാലം അയാൾ ഈ വീഡിയോ കൈമോശം സംഭവിക്കാതെ, അതായത് ഫോണിൽ നിന്ന് നമുക്ക് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ക്ലിയർ ചാറ്റ് ഡിലീറ്റൊക്കെ ആയി പോവാലോ അല്ലേ, കാരണം ഇത്രയും മാസങ്ങളുടെ ഇടവേളയാണ്. അപ്പോൾ അതൊന്നും സംഭവിക്കാതെ ആളതൊരു നിധി പോലെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത്രയും അതിന് വില കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തോട്ടിങ്ങൽ നിവാസികൾ മനസ്സിലാക്കും. അവർ ആ രീതിയിൽ ചിന്തിക്കുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇത്രയും വൈകിയതിന് ഞാൻ അവരോട് മാപ്പ് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഉത്സവം തകൃതിയായിട്ട് നടക്കുകയാണ്. ഇനി കൈകൊട്ടി കളിയുടെ കാഴ്ചയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.